പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ മറുപടി നൽകാൻ ടി മധുസൂദനൻ നമ്മുടെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ അദ്ദേഹത്തെ കേൾക്കാം. എന്താണ് ആരോപണങ്ങൾക്കുള്ള മറുപടി? ഇതാദ്യമായിട്ടാണ് ഈ വിവാദം ഉയർന്നതിനു ശേഷം ടി മധുസൂദനൻ ഒരു മാധ്യമത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമസ്കാരം ശ്രീ ടി മധുസൂദനൻ, എന്നെ കേൾക്കാമല്ലോ അല്ലേ? ചെറിയൊരു ശബ്ദ വ്യത്യാസമുണ്ട് എനിക്ക് അങ്ങയുമായിട്ട്. ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടെങ്കിൽ അങ്ങേക്കത് നേരിട്ട് പറയാം. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. സ്വാഭാവികമായും കേരളം അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ ഇടയ്ക്ക് കയറില്ല. അങ്ങേ പറഞ്ഞു നിർത്തിയതിന് ശേഷമായിരിക്കും ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുക. ശബ്ദം കേൾക്കാമല്ലോ അല്ലേ ശ്രീ ടി മധുസൂദനൻ? നമസ്കാരം. കേൾക്കുന്നുണ്ട് ഡോക്ടർ അരുൺ. ഓക്കെ, ഞാൻ ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കുഞ്ഞികൃഷ്ണനെ പോലെ അരനൂറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹം തന്നെ പറയുന്ന, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അങ്ങേക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. പാർട്ടിയുടെ രീതിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇതുവരെയും ഒരു കറയും പുരളാത്ത കുഞ്ഞികൃഷ്ണനെ പോലെ ഒരാൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണനെ എന്തിന് സംശയിക്കണം എന്ന് പൊതുസമൂഹം ഒരുപക്ഷെ കരുതിയേക്കാം. ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പാർട്ടിക്കും അങ്ങേക്കും ക്ഷീണമുണ്ടാക്കി എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ടി മധുസൂദനൻ? വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കേരളം മുന്നോട്ടേക്ക് പോകുന്നത്. വളരെ അഭിമാനകരമായ രീതിയിൽ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിലപാടുകളുമെല്ലാം വലിയ രീതിയിൽ ജനവിധിയിലേക്ക് എത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം ഒരുങ്ങി വരുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസങ്ങളുണ്ടാക്കുമല്ലോ. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് വലിയ പ്രയാസമുണ്ടാകും. പാർട്ടിയോ അല്ലതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലയ്ക്ക് പലരും വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ചിലപ്പോൾ പാർട്ടി പ്രവർത്തകരല്ലാത്തവർ പോലും പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ഇതുണ്ടാകും. ഒരു തരത്തിലും പതറിപ്പോകരുത് എന്ന് പറയുന്ന അവരുടെ വാക്കുകളാണ് ഞങ്ങളുടെയൊക്കെ ഒരു കരുത്ത് എന്ന് പറയുന്നത്. ആ കരുത്തുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. ഒരു രീതിയിലും ഇത്തരമൊരു വിവാദങ്ങളുടെ മുമ്പിൽ തലകുമ്പിട്ട് നിന്ന് ഏതെങ്കിലും നിലയിൽ പരാജിതനെ പോലെ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന സ്ഥിതിയൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. കാരണം ഞങ്ങളൊക്കെ ഈ നാട്ടിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, തുറന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു കാര്യവും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെച്ച് പ്രവർത്തിക്കുന്നവരല്ല. പിന്നെ ഞങ്ങളെന്തിന് ആശങ്കപ്പെടണം, ഭയപ്പെടണം? പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർവ്യൂ വരുന്നു. അത് കഴിഞ്ഞ് വിവാദങ്ങളുടെ വലിയ പരമ്പര സൃഷ്ടിക്കുന്നതിന് 3-4 അല്ലെങ്കിൽ അതിനധികം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ഒരു പുതിയ കാര്യവുമില്ലാതെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെയൊക്കെ പോലുള്ളവർ തീർച്ചയായിട്ടും പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി ഓരോ മാധ്യമ സംവിധാനത്തിന് മുന്നിൽ നിന്ന് പറയാൻ പറ്റില്ല. പാർട്ടി തീരുമാനമനുസരിച്ചിട്ടേ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ ഇതെല്ലാം കണ്ടും കൊണ്ടും കേട്ടും മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തിന് മുന്നിൽ ഡോക്ടർ അരുൺകുമാറിന് മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ഏത് ചോദ്യത്തിനോടും എനിക്ക് പ്രതികരിക്കുന്നതിന് യാതൊരു വിഷമവുമില്ല. കാരണം തുറന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാണ്. ഈ സമയം നിയമസഭാ സമ്മേളനം നടക്കുന്നു. ഈ നിയമസഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? അപമാനിക്കുന്ന രീതിയിൽ പാർട്ടിയെ തകർക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? രണ്ടാമത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ്റെ എല്ലാ ഒരുക്കങ്ങളും പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ജാഥ വരുന്നു. അതിൻ്റെ എല്ലാം വലിയ ഒരുക്കങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ സംഘടിതമായി ബോധപൂർവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ വളരെ വൈകാരികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ധനരാജിനെ കൊലപ്പെടുത്തിയിട്ടുള്ള ക്രിമിനലുകൾ ഇന്ന് കോടതിയുടെ മുന്നിലാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ഏതാണ്ട് ഒരു 10 വർഷം മുമ്പല്ലേ ധനരാജ് കൊല്ലപ്പെടുന്നത്. ജൂലൈ 11 രാത്രി പെരിയാർ മെഡിക്കൽ കോളേജിലെ ആ ഒരു മുറിയിൽ നെഞ്ചൊക്കെ പിളർന്ന് മഴുകൊണ്ടും വാളുകൊണ്ടും വട്ടയിട്ട് ചോര വാർന്ന് ജീവിതത്തിൽ നിന്നും യാത്ര പോയിട്ടുള്ള
പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഖാവിൻ്റെ ആ ഒരു ഓർമ്മ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നൊരു കാര്യമല്ല. ധനരാജനെ വെട്ടിക്കൊന്നവർ, ധനരാജൻ്റെ പ്രിയപ്പെട്ട പത്നി സജിനിയും അതുപോലെ തന്നെ അമ്മ മാധവി അമ്മയും ഈ കൊലയാളികളെ തിരിച്ചറിഞ്ഞു. അമ്മ, പ്രായമുള്ള മാധവി അമ്മ വളരെ വൈകാരികമായിട്ട് ആ കോടതിയിൽ നിൽക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിനെ തന്നെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ശത്രുക്കൾക്ക് ആയുധമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ഒരു ചെറുപ്പക്കാരൻ്റെ വിയോഗത്തിൻ്റെ സങ്കടങ്ങളും വേദനകളും ഇപ്പോഴും പേറുന്നവർക്കും അംഗീകരിക്കാൻ പറ്റുക? അപ്പോൾ ഇത് വളരെ സംഘടിതമായി ആസൂത്രിതമായി ശത്രുക്കൾക്ക് ഈ പ്രസ്ഥാനത്തെ, ധനരാജിൻ്റെ കുടുംബത്തെ, ധനരാജിൻ്റെ ഓർമ്മകളെ അവരുടെ മുന്നിൽ വെട്ടിക്കീറാൻ ഇട്ടുകൊടുക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. 2016 ജൂലൈ 11 ധനരാജിൻ്റെ രക്തസാക്ഷിത്വം. എനിക്കറിയാം, താങ്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നൊരു സഖാവാണ്. കണ്ണൂരിലെ പയ്യന്നൂരിലെ സഖാക്കൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ധനരാജ്. ധനരാജിൻ്റെ മരണശേഷം പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്നും നമുക്കറിയാം. 2 തുടരെ ഉണ്ടാവുന്ന കൊലപാതകങ്ങൾ, അതിന് പാർട്ടി ഉത്തരവാദിത്വം പറയേണ്ടി വരുന്ന സാഹചര്യം, ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് ആക്ഷേപിച്ചവരെ പിന്നീട് കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർ, താങ്കൾ അടക്കമുള്ളവർ അവരെ സംരക്ഷിക്കേണ്ടി വരുന്നൊരു സാഹചര്യം, പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രതിരോധം തീർക്കേണ്ടി വരുന്നു. ഒരേ സമയം നിയമപരമായും അതേസമയം രാഷ്ട്രീയമായും പുറത്ത് കായികമായും എതിരാളികളെ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ അന്ന് നമുക്കറിയാം. പക്ഷേ ഇന്നിപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണം, 1,04,00,000 രൂപ ധനരാജിൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ടായിട്ട് പിരിച്ചതിൽ 46 ലക്ഷം രൂപ കാണാനില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പഴയ ഒരു സഹകരണ ബാങ്കിലെ സെക്രട്ടറിയാണ്. ഓഡിറ്റുകളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ളയാളാണ്. പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ച ചെയ്യുന്ന സമയത്തും ഇത് ഉണ്ടാവുന്ന സമയത്തും ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നയാളാണ്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്നയാളാണ്. പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ എത്തിയ ആളാണ്. എന്തുകൊണ്ട് അവിശ്വസിക്കണം കുഞ്ഞികൃഷ്ണനെ? 46 ലക്ഷം തിരിമറി നടത്തി കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ധനരാജ് ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ വ്യക്തിപരമായ താല്പര്യത്തിനോ പാർട്ടിയുടെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ? ഡോക്ടർ അരുൺ, അങ്ങയുടെ ഈ ഒരു സംശയം ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെട്ടു, അതിനൊരു കൃത്യമായിട്ട് കാണുന്നില്ല, അതിൽ ഇത്ര ലക്ഷം എവിടെയോ പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകളിൽ തീർച്ചയായിട്ടും സംശയത്തിൻ്റെ വലിയ നെടലുണ്ടാവും. പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രക്തസാക്ഷി ഫണ്ട് ജനങ്ങളിൽ നിന്നാകെ പിരിച്ചെടുത്തിട്ടുള്ളൊരു ഫണ്ടല്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ജനങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാത്തത്? ധനരാജിൻ്റെ കുടുംബം എന്ന് പറയുന്നത് പാർട്ടിയുടെ കുടുംബമാണ്. ധനരാജ് ഈ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഏത് കാര്യത്തിലും ധനരാജ് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് ധനരാജുമായിട്ട് ബന്ധപ്പെടുന്ന കേരളത്തിൻ്റെ പല കോണുകളിലുള്ളവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ധനരാജും ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്. ആ ധനരാജ് ഒരു രാത്രി നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം നടക്കുന്നു. ആ കുടുംബം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം വേദനയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, അതിൻ്റെ തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പാർട്ടി ആലോചിച്ചു, ഈ പറയുന്ന സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം ഉള്ള കമ്മിറ്റി ആലോചിച്ചു, ഇതെങ്ങനെ ഈ വിഷയങ്ങളെ കൈകാര്യം, സാമ്പത്തികമായിട്ടുള്ള വശം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. വെറും ഒരു ഓഡിറ്റിങ്ങിൻ്റെ കാര്യമല്ലേ ഇത്? വളരെ വൈകാരികതയിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ഞത്ത് കുത്തുന്നത് പോലെയുള്ളൊരു ചോദ്യമല്ലേ ഈ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങളറിയിക്കണം, ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ മാത്രമാണ്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന സഹകരണ ജീവനക്കാർ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകരാണ് പാർട്ടിയുടെ ഈ പ്രവർത്തകൻ്റെ കുടുംബത്തിന് അതിൻ്റെ തുടർ നടപടിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിച്ചത്. ജനങ്ങളിൽ നിന്ന് ഞങ്ങളൊരു നയാ പൈസയും അതിനുവേണ്ടി വാങ്ങിച്ചില്ല. നമ്മുടെ പ്രിയപ്പെട്ട രക്തസാക്ഷിയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആ ഫണ്ട് സമാഹരിച്ചത്. ഒരു നയാ പൈസ പോലും ഒരു വ്യക്തിയും കൈകൊണ്ട് വാങ്ങിച്ചിട്ടല്ല ഈ ഫണ്ടിലേക്ക് എത്തിയത്. കാരണം എല്ലാം ബാങ്കിൽ കൃത്യമായ രീതിയിലുള്ള ബാങ്കിൽ അതിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്.
അതിൽ നിന്ന് ധനരാജിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ആദ്യത്തേത്. കോടിയേരി കൂടി പിണറായിയാണ് ആദ്യത്തെ ഒരു ഇത് ഉദ്ഘാടനം ചെയ്തത്. രണ്ടാമത് കോടിയേരിയാണ് ആ ഫണ്ട് വിതരണം ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഞങ്ങളിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അന്നും പാർട്ടിക്കെതിരായിട്ട് ബോംബേറും പാർട്ടി പ്രവർത്തകരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഈ കുന്നരുവിൻ്റെ ധനരാജിൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ കുറേ അപ്പുറത്ത് നടക്കുകയുണ്ടായി. ഞങ്ങൾ അന്നും ആ ബോംബുകളൊക്കെ വീണ് ഇങ്ങനെ ഇതാവുന്നതിൻ്റെ ഇടയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം, സജിനിയുടെ ജീവിതം ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, 2 മക്കളാണ് വിവേകാനന്ദും വിദ്യാനന്ദും ധനരാജിൻ്റെ. ആ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും ഉറപ്പുവരുത്തേണ്ട കാര്യം, അവർക്ക് അടച്ചുറപ്പുള്ള നല്ലൊരു വീട് നിർമ്മിച്ച് നൽകണമെന്നുള്ള കാര്യം, ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഫണ്ടിൻ്റെ ഇങ്ങനെ കുടുംബങ്ങൾ ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തകർ സമാഹരിച്ചിട്ടുള്ള തുക ആരുടെയും മുന്നിൽ ഞങ്ങളത് അവതരിപ്പിക്കേണ്ട. കാരണം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഈ കണക്ക് വളരെ നേരത്തെ അവതരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊന്നും പാർട്ടിയിലൊരു സംശയമില്ല. പിന്നെ ഈ കണക്ക് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല സംശയങ്ങളും അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സ്ഥാപിതമായ ചില ഉദ്ദേശങ്ങൾ, താല്പര്യങ്ങളുള്ളവർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല അത്, അവർക്കത് വേണ്ടി വരും. ഞങ്ങൾക്കതിലൊരു സംശയമില്ല. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കണം, അവർക്ക് വീട് വെച്ച് കൊടുക്കണം. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ കേസ് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ധനരാജിൻ്റെ കൊലയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൂടി അണിനിരത്തിക്കൊണ്ട് ആ കേസിൻ്റെ പിന്നിലാണ് പാർട്ടി നേതൃത്വമാകെ. അതിൻ്റെ മറ്റ് കേസുകളൊക്കെ വരുന്നു. പാർട്ടി പ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസുകളൊക്കെ വിചാരണയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് കൂടി കണ്ടുകൊണ്ടാണ് അന്ന് ഓരോ പാർട്ടി പ്രവർത്തകനും അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ ശേഷിക്കനുസരിച്ച് ആ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തത്. അതെല്ലാം ബാങ്ക് ത്രൂ ഉള്ളതാണ്. ഒരു നയാ പൈസയുടെ ഒരു സംശയം അതിലില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പോഴുമില്ല. പക്ഷേ ഇത് അവതരിപ്പിക്കാം ഇങ്ങനെ ഇത്ര കാണാതായിരിക്കുന്നു. ക്രമീകരണങ്ങളൊക്കെ അതല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് പാർട്ടിക്കുള്ളൊരു സംവിധാനമില്ലേ? ഒരു വ്യക്തി ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഫണ്ടെടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പാർട്ടി എന്ന് പറയുന്നത് ഒറ്റയാനിസമുള്ള പാർട്ടിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാളെ വേട്ടയാടണം, ക്രൂരമായിട്ട് വേട്ടയാടണം എന്നുള്ളതുകൊണ്ട് എന്തും പറയാം എന്നുള്ള മട്ടിലേക്കല്ലേ എത്തുന്നത്? ഇങ്ങനെ വ്യക്തിഹത്യക്ക് ഈ മാധ്യമങ്ങളൊക്കെ നിന്നുകൊടുക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ശരിയുണ്ടതിൽ നിങ്ങൾ ആലോചിക്കണം. ഞാൻ വ്യക്തിപരമായിട്ട് ഇതിൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ കുടുംബം വിശേഷിച്ചു ഞങ്ങളതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങളത് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, ഞങ്ങളൊക്കെ ഒരു കുടുംബമുള്ളവരല്ലേ. എൻ്റെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ ഉള്ളതുപോലെ തന്നെയാണ് ധനരാജൻ്റെ നഷ്ടവും എനിക്ക്.